ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കൂവ തോരനാണ്. അറിയോന്നറിയില്ല, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ്. പിന്നെ ഇത് ചോറിനും ഉപയോഗിക്കാം, അല്ലാതെ തന്നെ നമുക്ക് 4 മണിക്ക് ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്കിത് കണ്ടാലോ? ശരി, വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് കൂവ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അതുകൊണ്ട് പറഞ്ഞതാണേ. ഇനി നമുക്കിതിൻ്റെ തോലിങ്ങനെ പൊളിച്ചിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കണം. ആ തോല് പൊളിക്കുന്നത് കാണിച്ചു തരാവേ. ഇതുപോലെ ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ പൊളിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു 500 ഗ്രാം കൂവയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം തോലെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഒന്ന് കഴുകിയിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് ഇത് അരിയേണ്ടത്. അങ്ങനെ അതിപ്പം നമുക്കിനി മൊത്തം അരിഞ്ഞിട്ട് കാണിച്ചു തരാം. പൂവ് മൊത്തം അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതൊരു 2 വെള്ളമൊക്കെ കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച്, അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട്, പിന്നെ ഒരു 2-3 പച്ചമുളകും കീറിയിട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്നവരെ അതവിടെ ഇരുന്ന് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കൂവയുടെ ഏകദേശം വെന്തിട്ട് വെള്ളമൊന്നും വറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിത് ഒന്നും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിപ്പം അതിൻ്റെ അടപ്പ് അടയ്ക്കണമെന്നൊന്നുമില്ല. ഇനി ഇത് നമ്മുടെ കൂവേൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് സമയം നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂവയുടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.